നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് കടക്കവെ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിയാണ്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും കെ സുധാകരൻ എംപിയും തമ്മിലുള്ള വിഭാഗീയത തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിൽ കണ്ടത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുധാകരന് സീറ്റ് നിഷേധിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. ഇന്നലെ അർദ്ധരാത്രിയോടെ കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ നിന്ന് സുധാകരൻ അനുകൂലികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം കണ്ണൂർ നഗരം ചുറ്റി സഞ്ചരിച്ചു. സുധാകരൻ ഇല്ലെങ്കിൽ കണ്ണൂരില്ല എന്ന വികാരമാണ് പ്രവർത്തകർക്കിടയിൽ പ്രകടമായത്. കെ സുധാകരനെ കണ്ണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഉറച്ച ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അർദ്ധരാത്രിയിലെ ഈ പ്രതിഷേധം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രകടനത്തിനിടെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ അതീവ ഗുരുതരമായ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. സുധാകരനെ ബോധപൂർവം തഴയാൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ശ്രമിക്കുന്നുവെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി DCC ഓഫീസിന് മുന്നിലെ മതിലുകളിൽ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു. കണ്ണൂരിന്റെ സിംഹം എന്നാണ് പോസ്റ്ററുകളിൽ സുധാകരനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം എന്നും ഗ്രൂപ്പ് പോരുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ ഇത്തരമൊരു പരസ്യ പ്രതിഷേധം ഉണ്ടായത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുകയും ചെയ്തു. MP ആയതുകൊണ്ട് സുധാകരൻ മാറി നിൽക്കണമെന്ന വാദമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. എന്നാൽ കണ്ണൂർ തിരിച്ചുപിടിക്കാൻ സുധാകരനെ പോലൊരു കരുത്തൻ തന്നെ വേണമെന്നാണ് അണികളുടെ വാദം. പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ സുധാകരനുള്ള സ്വാധീനം ഈ പന്തം കൊളുത്തി പ്രകടനത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാൻ ഈ പ്രതിഷേധം കാരണമായേക്കാം. കണ്ണൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF കിണഞ്ഞ് പരിശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആഭ്യന്തര കലഹം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു പ്രതിഷേധം ഉണ്ടായത് ഹൈക്കമാൻഡിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. കണ്ണൂരിലെ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കുന്നത് LDFന് ഗുണകരമാകുമോ എന്ന ചർച്ചയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം കേവലം ഒരു പ്രകടനത്തിൽ ഒതുങ്ങാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങാനാണ് അദ്ദേഹത്തിന്റെ അനുയായികളുടെ നീക്കം. സണ്ണി ജോസഫും സുധാകരനും തമ്മിലുള്ള ഈ തുറന്ന പോര് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം.